ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എല്ലാവരും നല്ല സന്തോഷത്തിലാണെന്ന് കരുതുന്നു. പുതിയൊരു അധ്യയന വർഷത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. രക്ഷയുടെ പാതയിൽ ഒരു പടി കൂടി വളർന്ന് 10ാം ക്ലാസ്സിൽ നമ്മൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. നമുക്കൊരു പ്രാർത്ഥനയോടുകൂടി ആരംഭിക്കാം. എന്നെ ഒത്തിരി സ്നേഹിക്കുന്ന എൻ്റെ ഈശോയെ, ഞാൻ അങ്ങയെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും കൂടി സ്നേഹിക്കുന്നു. അവിടുന്ന് എൻ്റെ ജീവിതത്തിൽ ചൊരിഞ്ഞ എല്ലാ അനുഗ്രഹങ്ങൾക്കും അവിടുത്തേക്ക് നന്ദി പറയുന്നു. അവിടുത്തെ പരിശുദ്ധാത്മാവിനെ അയച്ച് എന്നെ വിശുദ്ധീകരിക്കണമേ. എൻ്റെ ബുദ്ധിയെയും മനസ്സിനെയും എൻ്റെ ജീവിതത്തെ മുഴുവനായിട്ടും അങ്ങ് വിശുദ്ധീകരിക്കണമേ. അമ്മേ മാതാവേ, അവിടുത്തെ മാധ്യസ്ഥം എൻ്റെ ജീവിതത്തിൽ ഉടനീളം ഉണ്ടാകണമേ. ആമേൻ. ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ രക്ഷയുടെ പാതയിൽ നമ്മൾ വളർന്നുകൊണ്ടിരിക്കുകയായിരുന്നു. സാധാരണ എല്ലാ സൺഡേ സ്കൂൾ ക്ലാസ്സുകളും ആരംഭിക്കുന്നത് കഴിഞ്ഞ വർഷത്തെ പാഠപുസ്തകത്തിൻ്റെ പേരൊക്കെ ചോദിച്ചുകൊണ്ടാണ്. അപ്പോൾ നിങ്ങളെ ആരെയും ബുദ്ധിമുട്ടിക്കാനായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നില്ല. നിങ്ങൾക്കെല്ലാം പേരറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. കഴിഞ്ഞ 2 വർഷത്തെ, അതായത് 8ാം ക്ലാസ് മുതൽ ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ നമ്മൾ സഭയെക്കുറിച്ചാണ് പഠിച്ചുകൊണ്ടിരുന്നത്. 8ാം ക്ലാസ്സിൽ സഭ ദൈവജനം എന്ന വിഷയമാണ് നമ്മൾ പഠിച്ചത്. 9ാം ക്ലാസ്സിൽ സഭ ആരാധനാ സമൂഹമെന്ന് നമ്മൾ കണ്ടു. ഇന്ന് 10ാം ക്ലാസ്സിൽ നമ്മൾ സഭയെക്കുറിച്ച് പഠിക്കാനായിട്ട് പോകുന്നത് സഭ പ്രേക്ഷിത സമൂഹം എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് സഭയൊരു പ്രേക്ഷിത സമൂഹമായിരിക്കുന്നത്? നെൽസൺ മണ്ടേലയെ ഒരിക്കൽ കാണാൻ വന്ന അതിസുന്ദരിയായ ഒരു മോഡൽ നെൽസൺ മണ്ടേലയോട് ചോദിച്ചു, നമുക്ക് 2 പേർക്കും കൂടെ വിവാഹം കഴിച്ചാലോ എന്ന്. ഒരു ഞെട്ടലോടുകൂടി നെൽസൺ മണ്ടേല ആ മോഡലിൻ്റെ മുഖത്തേക്ക് നോക്കി. അവൾ കാരണം പറഞ്ഞു, നമ്മൾ 2 പേരും കൂടെ വിവാഹം കഴിക്കുകയാണെങ്കിൽ എൻ്റെ സൗന്ദര്യവും അങ്ങയുടെ ബുദ്ധിയുമുള്ള ഒരു കുഞ്ഞിനെ നമുക്ക് കിട്ടുമല്ലോ. ഒരു പുഞ്ചിരിയോടുകൂടി ഇരുന്നതിന് ശേഷം നെൽസൺ മണ്ടേല ഇങ്ങനെ തിരിച്ചൊരു ചോദ്യം ചോദിച്ചു, എൻ്റെ സൗന്ദര്യവും നിൻ്റെ ബുദ്ധിയുമുള്ളൊരു കുഞ്ഞിനെയാണ് നമുക്ക് കിട്ടുന്നതെങ്കിലോ എന്ന്. അപ്പോൾ സ്വഭാവം, ഗുണം എന്നുള്ളതൊക്കെ നമ്മളെ വളരെയധികം അലട്ടുന്ന കാര്യങ്ങളാണ്, അല്ലെങ്കിൽ അതിനെക്കുറിച്ചൊക്കെ നമ്മൾ ഒത്തിരി കോൺഷ്യസ് ആവാറുണ്ട്. അപ്പം സഭയുടെ ഒരു അടിസ്ഥാന സ്വഭാവമായിട്ട് നമ്മൾ പറയുന്നതാണ് സഭ പ്രേക്ഷിത സമൂഹമാണെന്നുള്ളത്. നമുക്കെല്ലാവർക്കും ഇങ്ങനെ ചില അടിസ്ഥാന സ്വഭാവങ്ങളുണ്ട്. അതിനെ നമ്മൾ പാരമ്പര്യങ്ങൾ എന്നൊക്കെ വിളിക്കും. ഒരുപക്ഷെ നമ്മൾ കുട്ടികളായിരിക്കുന്ന അവസരത്തിൽ നമ്മൾ കാണിക്കുന്ന ചില ആംഗ്യങ്ങളൊക്കെ കാണുമ്പം ഇവൻ്റെ അപ്പൻ ഇങ്ങനെയാണ്, അല്ലെങ്കിൽ ഇവൻ്റെ വല്യപ്പൻ ഇങ്ങനെ ആയിരുന്നു എന്നൊക്കെ നമ്മൾ പറയും. അതൊക്കെ നമ്മുടെ ഒരു ജീവിതത്തിൻ്റെ ഭാഗമായി മാറും. അതുപോലെ തന്നെ സഭയെ സംബന്ധിച്ച് സഭയുടെ ഒരു അടിസ്ഥാന സ്വഭാവമായിട്ട് നിലകൊള്ളുന്നതാണ് സഭ പ്രേക്ഷിത സമൂഹം എന്നുള്ളത്. അതിൽ 1ാമത്തെ ചാപ്റ്ററിൽ നമ്മൾ കാണാനായിട്ട് പോകുന്നത് സഭ സ്വഭാവത്താലെ പ്രേക്ഷിതയാണ് എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് സഭ സ്വഭാവത്താലെ പ്രേക്ഷിതയായിരിക്കുന്നത്? അല്ലെങ്കിൽ എവിടെ നിന്നാണ് സഭയ്ക്ക് ഈ പ്രേക്ഷിത ചൈതന്യം ലഭിച്ചിരിക്കുന്നത്? നമുക്കറിയാം, ഈശോ ഈ ലോകത്തിൽ നിന്ന് പിതാവിൻ്റെ അടുത്തേക്ക് പോകുന്ന സമയത്ത് ശിഷ്യന്മാരെ എല്ലാം കൂട്ടി വിളിക്കുന്നുണ്ട്. എന്നിട്ട് അവരോട് ഒരു കാര്യം പ്രത്യേകമായിട്ട് പറയുന്നുണ്ട്. ഇത്രയും കാലം നമ്മൾ ഒരുമിച്ചുണ്ടായിരുന്നു, ഒത്തിരി കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചു, പങ്കുവച്ചു. ഇനി അവരെ ഒരു ദൗത്യമാണ് ഏൽപ്പിക്കുന്നത്. നമ്മൾ പങ്കുവെച്ച ഈ സ്നേഹം നിങ്ങൾ ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും പോയി എല്ലാവരിലേക്കും എത്തിക്കുക എന്നുള്ളൊരു ദൗത്യമാണ് ഈശോ ശിഷ്യന്മാരെ ഏൽപ്പിക്കുന്നത്. നിങ്ങൾ പോയി ലോകമെങ്ങും സകല സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുക. അപ്പോൾ എന്തുകൊണ്ട് സഭ സ്വഭാവത്താലെ പ്രേക്ഷിതയായിരിക്കുന്നു എന്ന ചോദ്യത്തിന് നമുക്ക് നൽകാൻ പറ്റുന്ന ആദ്യത്തെ ഉത്തരമെന്ന് പറയുന്നത് ഇത് കർത്താവിൻ്റെ കൽപ്പനയാണ് എന്നുള്ളതാണ്. ഇവിടെ കൽപ്പന എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്, നമുക്കറിയാം 10 കൽപ്പനകളുണ്ട്, തിരുസഭയുടെ കൽപ്പനകളുണ്ട്. ഇപ്പം നമ്മളൊരു സാധാരണ ക്ലാസ്സിലാണ് ഇപ്പോൾ ടീച്ചർ എഴുന്നേറ്റ് നിന്ന് ഒരു കുട്ടിയോട് ആദ്യത്തെ ദൈവകൽപ്പന പറഞ്ഞെന്ന് ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും കൽപ്പനകളൊക്കെ അറിയാം. അപ്പോൾ നമ്മൾ ആ കൽപ്പനയല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്, മറിച്ച് ഈശോ ഏൽപ്പിച്ച ഒരു ദൗത്യം, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യണമെന്നാവശ്യപ്പെട്ട ഒരു കാര്യം. അപ്പം ആ അർത്ഥത്തിൽ ഇത് കർത്താവിൻ്റെ ഒരു കൽപ്പനയാണ്. എന്നാൽ ഈശോ നമുക്ക് നൽകിയ ആദ്യത്തെ കൽപ്പന അതായിരുന്നു? അല്ല. അന്ന് അന്ത്യത്താഴ വേളയിൽ ശിഷ്യന്മാരെയെല്ലാം ഒരുമിച്ച് നിർത്തി തൻ്റെ ശരീരരക്തങ്ങൾ അവർക്ക് പങ്കുവച്ചതിന് ശേഷം അവരോട് ഒരു കാര്യം ചെയ്യാനായിട്ട് ഈശോ ആവശ്യപ്പെടുന്നുണ്ട്. 1 കൊറിന്തോസ് 11:24, എൻ്റെ ഓർമ്മയ്ക്കായി നിങ്ങളിത് ചെയ്യുവിൻ. ബലിയുടെ ഓർമ്മയായി ആചരിക്കാനുള്ള കൽപ്പനയാണ് ഈശോ ആദ്യമായിട്ട് നമുക്ക് നൽകിയത്. അതിനുശേഷം ഈശോ നൽകിയ 2ാമത്തെ കൽപ്പനയാണ് മർക്കോസിൻ്റെ സുവിശേഷം 16-ാം അധ്യായം 15-ാം തിരുവചനം.
നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ. അപ്പോൾ നമ്മൾ ഒന്നാമതായിട്ട് മനസ്സിലാക്കേണ്ട കാര്യം, സഭ സ്വഭാവത്താലെ പ്രേക്ഷിതയായിരിക്കാനുള്ള കാരണമെന്ന് പറയുന്നത് ഇത് ഈശോ മിശിഹ നൽകിയ കൽപ്പനയാണ്. ഇനി എവിടെ നിന്നാണ് ഈ പ്രേക്ഷിത ദൗത്യം ആരംഭിക്കുന്നതെന്ന് നോക്കുകയാണെങ്കിൽ തിരുവചനത്തിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് മനസ്സിലാകും അത് പിതാവായ ദൈവത്തിൽ നിന്നാണ് ആരംഭിക്കുന്നത്. ആദ്യമായിട്ട് പ്രേക്ഷിത പ്രവർത്തനത്തിനായിട്ട് ഒരാളെ ഈ ലോകത്തിലേക്ക് അയക്കുന്നത് പിതാവായ ദൈവമാണ്. വചനം മാംസമായി പിതാവായ ദൈവത്തിൻ്റെ സുവിശേഷമായി നമ്മുടെ ഇടയിലേക്ക് ഈശോ കടന്നു വരുന്നു. അങ്ങനെ പിതാവായ ദൈവത്തിൽ പ്രേക്ഷിത പ്രവർത്തനത്തിന് ആരംഭം കുറിക്കുന്നു. ആദ്യത്തെ പ്രേക്ഷിതനായിട്ട് ഈശോ നമ്മുടെ ഇടയിലേക്ക് കടന്നു വരുന്നു. ഇനി എന്തായിരുന്നു പിതാവായ ദൈവത്തിൻ്റെ പ്രേക്ഷിത പ്രവർത്തനത്തിൻ്റെ ഉദ്ദേശമെന്ന് പറയുന്നത്? തന്നോട് ലോകത്തെ രമ്യപ്പെടുത്തുക എന്നുള്ളത് തന്നെ. വചനത്തിൽ നമ്മൾ കാണുന്നത് പോലെ തന്നെ യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായം 16 മുതൽ 17 വരെയുള്ള തിരുവചനങ്ങൾ, എന്തെന്നാൽ അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിനു വേണ്ടി തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ദൈവം തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത് ലോകത്തെ ശിക്ഷയ്ക്ക് വിധിക്കാനല്ല, പ്രത്യുത അവൻ വഴി ലോകം രക്ഷ പ്രാപിക്കാനാണ്. ചുരുക്കത്തിൽ നമുക്ക് ഇങ്ങനെ പറയാം, എന്തായിരുന്നു ഈശോയുടെ പ്രേക്ഷിത ദൗത്യമെന്ന് ചോദിച്ചാൽ വളരെ ലളിതമായിട്ട് നമുക്കിങ്ങനെ പറയാം, പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുക. അപ്പം പിതാവായ ദൈവത്തിൽ പ്രേക്ഷിത പ്രവർത്തനം ആരംഭിക്കുന്നു. ആദ്യത്തെ പ്രേക്ഷിതനായിട്ട് ഈശോ വരുന്നു. ഈശോയുടെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുന്നത് പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുക എന്നുള്ളതായിരുന്നു. ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈശോ ആണ് ആദ്യത്തെ പ്രേക്ഷിതനും പ്രേക്ഷിത പ്രവർത്തനത്തിൻ്റെ എല്ലാ ആരംഭമായിട്ട് നിലകൊള്ളുന്നതും. ഈശോ നമുക്കറിയാവുന്നതുപോലെ തന്നെ ദൈവപിതാവിൻ്റെ സുവിശേഷമാണ്. അതേ ഈശോ തന്നെയാണ് സുവിശേഷത്തിൻ്റെ പ്രഥമ വക്താവും. ദൈവപിതാവിൻ്റെ സുവിശേഷമായി ലോകത്തിലേക്ക് കടന്നു വരികയും ആ സുവിശേഷം താനായിരിക്കുന്ന സമൂഹത്തിൽ ശിഷ്യരുടെ ഇടയിലും താനായിരിക്കുന്ന പ്രദേശങ്ങളിലുമെല്ലാം ഈശോ പങ്കുവെക്കുന്നുണ്ട്. അങ്ങനെ സുവിശേഷത്തിൻ്റെ ആദ്യത്തെ വക്താവെന്ന് പറയുന്നതും ഈശോ തന്നെയാണ്. ഇനി എങ്ങനെയാണ് ഈശോ ഈ പ്രേക്ഷിത പ്രവർത്തനം നടത്തിയത്? ഈശോയുടെ ജീവിതം തന്നെയായിരുന്നു ഈശോയുടെ പ്രേക്ഷിത പ്രവർത്തനം. തൻ്റെ ജനനം, തൻ്റെ പ്രബോധനങ്ങൾ, അത്ഭുത പ്രവർത്തികൾ, മരണം, ഉത്ഥാനം, സ്വർഗാരോഹണം, അങ്ങനെ ഈശോയുടെ ജീവിതം മുഴുവൻ പ്രേക്ഷിത പ്രവർത്തനമായിരുന്നു. നമുക്ക് തീർച്ചയായിട്ടും മനസ്സിലാക്കാൻ സാധിക്കും ആദ്യത്തെ പ്രേക്ഷിതൻ ആരാണെന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ നിങ്ങളുടെയൊക്കെ മനസ്സിൽ തോന്നും, നമ്മളൊക്കെ ഭാരതത്തിൽ വസിക്കുന്നതുകൊണ്ട് ഒരുപക്ഷെ തോമാസ് ലീഹ ആയിരിക്കാം, അതോ ഇനി ഫ്രാൻസിസ് സേവ്യർ ആണോ എന്നൊക്കെ നമ്മൾ ചിന്തിക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ ആദ്യത്തെ പ്രേക്ഷിതൻ എന്ന് പറയുന്ന ആരാണത്? ഈശോ തന്നെയാണ് തീർച്ചയായിട്ടും. നമുക്കറിയാം ഈശോയ്ക്ക് തൻ്റെ ദൗത്യത്തെക്കുറിച്ച് വ്യക്തമായ കാഴ്ചപ്പാടുണ്ടായിരുന്നു. അത് ഈശോ പല അവസരത്തിൽ അൺവെയിൽ ചെയ്യുന്നുണ്ട്, പുറത്ത് ഈശോ തന്നെ അത് തുറന്നു പറയുന്നുണ്ട്. അതിൻ്റെ ഒരു നല്ല ഉദാഹരണം നസ്രത്തിലെ സിനഗോഗിൽ നമുക്ക് കണ്ടെത്താൻ പറ്റും. ഈശോ ഒരു വചനം എടുത്തിട്ട് ഈശോ ഇപ്രകാരം വായിക്കുന്നുണ്ട്. ലൂക്കായുടെ സുവിശേഷം 4-ാം അധ്യായം 18 മുതൽ 19 വരെയുള്ള തിരുവചനങ്ങൾ. കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്, ദരിദ്രരെ സുവിശേഷം അറിയിക്കാൻ അവിടുന്ന് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ബന്ധിതർക്ക് മോചനവും അന്ധർക്ക് കാഴ്ചയും അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും കർത്താവിന് സ്വീകാര്യമായ വത്സരവും പ്രഖ്യാപിക്കാൻ അവിടുന്ന് എന്നെ അയച്ചിരിക്കുന്നു. അപ്പം നമുക്കറിയാം ഈശോയ്ക്ക് വ്യക്തമായിട്ടുള്ള ബോധ്യമുണ്ടായിരുന്നു എന്തിനാണ് ഞാൻ ഈ ലോകത്തിലേക്ക് വന്നിരിക്കുന്നത്. അതിൻ്റെ സൂചനകൾ പല വചനഭാഗങ്ങളിലും നമുക്ക് കണ്ടെത്താനായിട്ട് പറ്റും. നമുക്ക് കോമൺ ആയിട്ട് അറിയാവുന്ന ഒരു വാക്കാണ് മിഷൻ, മിഷനറി എന്നൊക്കെയുള്ളത്. എവിടെ നിന്നാണ് ഈ വാക്കുകളുടെ ഉത്ഭവം എന്ന് പറയുന്നത്? പൊതുവേ നമ്മൾ ഗെയിമൊക്കെ കളിക്കുമ്പോൾ നമ്മൾ കാണുന്നതാണ് മിഷൻ കംപ്ലീറ്റഡ് എന്ന് നമ്മൾ കാണും. ഈ മിഷൻ എന്ന വാക്കിൻ്റെ ഉത്ഭവം ശരിക്കും പറഞ്ഞാൽ ഒരു ലത്തീൻ വാക്കിൽ നിന്നാണ്. മീത്തരെ എന്നുള്ള ലത്തീൻ വാക്കിൽ നിന്നാണ് മിഷൻ, മിഷനറി തുടങ്ങിയ വാക്കുകളൊക്കെ നമുക്ക് ലഭിക്കുന്നത്. മീത്തരെ എന്ന ലത്തീൻ വാക്കിൻ്റെ അർത്ഥം അയക്കുക എന്നാണ്. മിഷനറി എന്നുള്ള വാക്ക് സൂചിപ്പിക്കുന്നത് അയക്കപ്പെട്ടവനെയാണ്. ഇനി മിഷൻ എന്ന വാക്ക് സൂചിപ്പിക്കുന്നതോ ആ ദൗത്യത്തെയുമാണ്. അപ്പം മീത്തരെ എന്നുള്ള ലത്തീൻ വാക്കിൽ നിന്നാണ് നമുക്ക് മിഷൻ, മിഷനറി തുടങ്ങിയ വാക്കുകൾ ലഭിക്കുന്നത്. ആ വാക്കിൻ്റെ അർത്ഥം അയക്കുക എന്നാണ്. അതിൽ മിഷനറി എന്ന് പറഞ്ഞാൽ ആരാണ്? ആ വ്യക്തിയാണ്. അയക്കപ്പെട്ടവനെ നമ്മൾ മിഷനറി എന്ന് വിളിക്കുന്നു, അയക്കപ്പെട്ടവൻ്റെ ദൗത്യത്തെ നമ്മൾ മിഷൻ എന്ന് വിളിക്കുന്നു. ഇനി ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പ്രേക്ഷിത പ്രവർത്തനത്തിൻ്റെ ആരംഭം എന്ന് പറയുന്നത് പിതാവായ ദൈവത്തിലാണ്. ആദ്യത്തെ പ്രേക്ഷിതൻ എന്ന് പറയുന്നത് ഈശോയാണ്. ഇനി ഈ പ്രേക്ഷിത പ്രവർത്തനത്തിൻ്റെ ശക്തി മുഴുവൻ നമുക്ക് ലഭിക്കുന്നത് എവിടെ നിന്നാണ്? അത് തീർച്ചയായിട്ടും പരിശുദ്ധാത്മാവിൽ നിന്നാണ്. നമുക്കറിയാം ഈശോ തന്നെ തൻ്റെ ജീവിതത്തിൻ്റെ പരസ്യ ജീവിതം ആരംഭിക്കുന്നതിന് തൊട്ട് മുൻപ് ഈശോ 40 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിച്ചതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. തീർച്ചയായിട്ടും ഈശോയെ മരുഭൂമിയിലേക്ക് നയിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. പ്രാർത്ഥനയിൽ പിതാവായ ദൈവവുമായി ഒന്നായിട്ടിരിക്കാൻ.
ഈശോ തന്നെ ഈ ലോകത്തിൽ നിന്ന് പോകുമ്പം ശിഷ്യന്മാർക്കൊരു വാണിംഗ് കൊടുക്കുന്നുണ്ട്. അതായത് ഉന്നതത്തിൽ നിന്ന് ശക്തി ധരിക്കുന്നതുവരെ നഗരത്തിൽ തന്നെ വസിക്കുവിൻ. അതായത് അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുന്നത് കേവലം മാനുഷികമായൊരു പ്രവൃത്തിയല്ല. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഉണ്ടെങ്കിൽ മാത്രമേ നല്ലൊരു പ്രേക്ഷിതനായി ഈശോയുടെ സുവിശേഷം നമ്മുടെ സഹോദരങ്ങൾക്ക് പങ്കുവെക്കാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ നിന്നുകൊണ്ടാണ് എല്ലാ പ്രേക്ഷിത പ്രവർത്തനങ്ങളും തിരുസഭ നടത്തുന്നത്. ചുരുക്കത്തിൽ നമ്മൾ പറയുകയാണെങ്കിൽ നമുക്കതിനെ ഇങ്ങനെ സംഗ്രഹിക്കാനായിട്ട് പറ്റും. സഭയുടെ പ്രേക്ഷിത പ്രവർത്തനത്തിന് അടിസ്ഥാനമെന്ന് പറയുന്നത് പരിശുദ്ധ തൃത്വമാണെന്നുള്ളത്. രണ്ടാം വത്തിക്കാൻ കൗൺസിൽ വളരെ മനോഹരമായിട്ട് ഇത് അവതരിപ്പിക്കുന്നുണ്ട്. രണ്ടാം വത്തിക്കാൻ കൗൺസിലിൻ്റെ പ്രേക്ഷിത പ്രവർത്തനം എന്നുള്ള പ്രമാണരേഖയിൽ ഇപ്രകാരം നമുക്ക് കാണാൻ പറ്റും. പിതാവായ ദൈവത്തിൻ്റെ പദ്ധതി പ്രകാരമുള്ള പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും പ്രേക്ഷിതത്വത്തിൽ നിന്നാണ് സഭയുടെ ഉത്ഭവം. സഭ സ്വഭാവത്താലെ പ്രേക്ഷിതയാണെന്നാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സഭയുടെ ഉത്ഭവം തന്നെ ശരിക്കും പറഞ്ഞാൽ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? പരിശുദ്ധ തൃത്വത്തിൻ്റെ പ്രേക്ഷിത പ്രവർത്തനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതായത് പിതാവായ ദൈവത്തിൻ്റെ പദ്ധതി പ്രകാരമുള്ള പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും പ്രേക്ഷിതത്വത്തിൽ നിന്നാണ് സഭയുടെ ഉത്ഭവം. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ പറ്റും സഭയുടെ അടിസ്ഥാനപരമായ സ്വഭാവമാണ് എന്ത്? സഭ പ്രേക്ഷിതയായിരിക്കുക എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരുന്നത് സഭ ഒരു പ്രേക്ഷിത സമൂഹം എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് സഭ ഒരു പ്രേക്ഷിത സമൂഹമായിരിക്കുന്നത്? കാരണം സഭയുടെ പ്രേക്ഷിത പ്രവർത്തനം കർത്താവിൻ്റെ കൽപ്പനയിൽ നിന്നാണ് ആരംഭിക്കുന്നത്. നിങ്ങൾ പോയി ലോകമെങ്ങും സകല സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുക. ഇനി പ്രേക്ഷിത പ്രവർത്തനത്തിൻ്റെ ആരംഭം എവിടെയാണ്? പിതാവായ ദൈവത്തിൽ. ആദ്യത്തെ പ്രേക്ഷിതനായിട്ട് പുത്രനായ ഈശോ കടന്നു വരുന്നു. പ്രേക്ഷിത പ്രവർത്തനത്തിൻ്റെ ശക്തി മുഴുവൻ പരിശുദ്ധാത്മാവിൽ നിന്ന് ലഭിക്കുന്നു. അങ്ങനെ സഭയുടെ പ്രേക്ഷിത പ്രവർത്തനത്തിൻ്റെ അടിസ്ഥാനം പരിശുദ്ധ തൃത്വത്തിലാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞ് നിങ്ങൾ ഒരു കുഞ്ഞ് പ്രവർത്തനം ചെയ്യണം. നമ്മൾ തിരുവചനത്തിൽ അനവധി അവസരങ്ങളിൽ കണ്ടെത്തുന്നതാണ് ഈശോ തൻ്റെ പ്രേക്ഷിത ദൗത്യം തിരിച്ചറിയുന്ന സംഭവങ്ങൾ. ഒരെണ്ണം ഞാൻ സൂചിപ്പിക്കുകയുണ്ടായി, നസ്രത്തിലെ സിനഗോഗിൽ സംഭവിച്ചത്. അതുപോലെ ഈശോ തൻ്റെ പ്രേക്ഷിത ദൗത്യം തിരിച്ചറിയുന്ന ബൈബിൾ സംഭവങ്ങൾ കണ്ടെത്തി നിങ്ങളതൊരു പേപ്പറിൽ എഴുതി നിങ്ങളുടെ ടീച്ചറിന് ഇന്ന് തന്നെ അയച്ചു കൊടുക്കുക. സഭയുടെ ഈ പ്രേക്ഷിത ചൈതന്യം ഉൾക്കൊണ്ടുകൊണ്ട് നമുക്കും നല്ല പ്രേക്ഷിതരായി പ്രക്ഷോഭിക്കാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.